ഇപ്പോഴാണ് നിങ്ങൾ എ സി റൂം ഉദ്ഘാടനം ചെയ്യുന്നത്. എ സി റൂം ഉദ്ഘാടനം ചെയ്ത് ഫീഡിംഗ് റൂം അതിനകത്തുണ്ട്. പിന്നെ സാധാരണക്കാർക്ക് കയറാൻ പറ്റുമോ? 5 വർഷം. നമസ്കാരം. ഇന്നലെ പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ ശീതീകരിച്ച കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് മന്ത്രി ഗണേഷ് കുമാർ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് BJP-ക്കാർ, അതായത് BJP-ക്കാർ പറയുന്നത് മറ്റൊന്നുമല്ല, ഇവിടെ ആദ്യം ശുചിമുറി നിങ്ങൾ ആദ്യം ഒന്ന് റെഡിയാക്കി, 5 കൊല്ലം കൊണ്ട് പണിത് വെച്ചിരിക്കുകയാണ്, ഇവിടെ ശുചിമുറിയില്ല, അതിന് ശേഷം മതി നിങ്ങൾ എന്താണ് ഈ പറയുന്ന ശീതീകരിച്ച ഈ പറയുന്ന കാത്തിരിപ്പ് കേന്ദ്രങ്ങളൊക്കെ ഉദ്ഘാടിച്ചാൽ മതി എന്ന് പറഞ്ഞ് വൻ പ്രതിഷേധം നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിൽ സംസാരിക്കാം. ഓക്കെ, അവിടെ വെച്ച് നടന്ന മറ്റൊരു സംഭവമാണ്, മറ്റൊന്നുമല്ല, ഗണേഷ് കുമാർ ഇവരെയൊക്കെ പറഞ്ഞ് റെഡിയാക്കി അവർ വീണ്ടും പ്രതിഷേധിക്കുന്നു. അതിനുശേഷം ഇവരെ എല്ലാം എന്ത് ചെയ്തു, ഈ കരിങ്കൊടി കാണിച്ചു, ഗണേഷ് കുമാറിനെ കരിങ്കൊടി കാണിച്ചവരെല്ലാം കൂടി ഇവരെന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്ത് മാറ്റി. ഈ അറസ്റ്റ് ചെയ്ത് മാറ്റിയ സമയത്ത് ഒരു പെൺ കോൺസ്റ്റബിളും കൂടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ അല്ലെങ്കിൽ ആ പോലീസുകാരിയെ എന്ത് ചെയ്തു, ഒരുത്തൻ ബാക്കിൽ നിന്ന് പിടിക്കുന്ന ഒരു സീന്, അങ്ങനെ ഒരു വീഡിയോ കിടന്ന് വൈറലാകുന്നുണ്ട്. ആ വീഡിയോയെക്കുറിച്ച് പല അഭിപ്രായങ്ങളാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ആ വീഡിയോ ആദ്യം കാണുന്നതിന് നമുക്ക് നോക്കാം, ഇവരെ ഇത് അറിഞ്ഞുകൊണ്ടാണോ പിടിച്ചത്, അല്ല ഇനി അറിയാതെ പെണ്ണല്ല എന്നറിഞ്ഞുകൊണ്ട് പിടിച്ചതാണോ, ഈ പോലീസുകാർ എന്തിന് ഇതിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ ആണുങ്ങളെ പിടിച്ചു മാറ്റാൻ വേണ്ടി പോയത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ സംസാരിക്കും. ആദ്യം നമുക്ക് ആ ഒരു സീന് കണ്ടിട്ട് വരാം. ഓക്കെ, ഇപ്പൊ കണ്ട കൃത്യമായിട്ട് നോക്കിയാൽ മതി. ഓക്കെ, സംഭവം ഇതാണ്. സംഭവം നിങ്ങൾ കണ്ടല്ലോ. ഇതിനകത്ത് പിന്നെ 2-3 പോലീസുകാർ, 1-2 പേരേ ഉള്ളൂ. ആദ്യം ഈ പോലീസുകാർ മറ്റൊരാളെ പിടിച്ചുകൊണ്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇവൻ ബാക്കിൽ നിന്നുകൊണ്ട് ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവൻ ഇവളുടെ അരയിൽ കയറി, ഇങ്ങനെ വയറിൽ കയറി ഇങ്ങനെ പിടിക്കുന്നുണ്ട്, പിടിച്ചമർത്തുന്നില്ല, അരയിൽ കയറി പിടിക്കുന്നുണ്ട്. ബാക്കിലോട്ട് ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസുകാർ ഇത് ആരാണെന്ന് അറിയുന്നില്ല. കുറെ കഴിഞ്ഞാണ് ഒരു കൈ തൻ്റെ വയറിലേക്ക് ചുറ്റിക്കിടക്കുന്നതായിട്ട് കാണുന്നത്. അതിനുശേഷം ഈ പോലീസുകാർ എന്ത് ചെയ്തു, ഇവനെ പിടിച്ച്, പോലീസുകാർ അവനെ വിട്ടിട്ട് ഇവനെ പിടിച്ചുകൊണ്ട് ജീപ്പിലോട്ട് കൊണ്ട് കയറ്റുന്ന ഒരു രംഗമാണ്. ഇവിടെ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഈ പറയുന്ന പോലീസുകാരി എന്തിനീ ആണുങ്ങളെ പിടിക്കാൻ വേണ്ടി വന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ പറയുന്ന പോലീസുകാരന്മാരുടെ കുറവ് മൂലം വന്നതായിരിക്കാം എന്നുള്ളത് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത്, ഈ പറയുന്ന ഇവൻ ബാക്കിൽ നിന്ന് ഇങ്ങനെ അരയിൽ അല്ലെങ്കിൽ വയറിൽ ചുറ്റി പിടിക്കുമ്പോൾ ബാക്കിയുള്ള പോലീസുകാരന്മാർ ഇവിടെ നമ്മൾ ഈ ഒരു സീന് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്, ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ പോലീസുകാരിയാണ് ഇവരെല്ലാവരും ഇത്രയും നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നത്, പിന്നീട് വളഞ്ഞിട്ട് പിടിക്കുന്നത്, ബാക്കിയുള്ളവർ വരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ഇനി യവൻ ഇത് അറിയാതെയാണോ പിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇവൻ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തത് തന്നെയാണ്. അതിന് കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കേസ് അവിടെ വലിയ ആൾത്തിരക്കോ കാര്യങ്ങളൊന്നുമില്ല, ആ കൂടി 3, 4, 6 പേരേ ഉള്ളൂ. അതിനകത്തൊരു പോലീസുകാരി, 2 ആണുങ്ങളും 1 പോലീസുകാരിയാണ് ഉള്ളത്. അതവന് കൃത്യമായിട്ടറിയാം അവനിത് യാതൊരു പെണ്ണാണ് എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് അവൻ പിടിച്ചത്. അതിന് മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഇവനിങ്ങനെ കൈ ഇടുന്നതേ ഉള്ളൂ, അമർത്തുന്നില്ല. നിങ്ങൾക്കറിയാം, അവൻ കൈ ഇടുന്നതേ ഉള്ളൂ. അവനിങ്ങനെ അതുപോലെ കൈ അവളെ വയറിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് ചേർക്കുന്നു. അപ്പോൾ അവന് കൃത്യമായിട്ട് അറിയാതെ പെണ്ണാണെന്നും ഞാൻ അവിടെ കയറി അമർത്തി കഴിഞ്ഞാൽ അത് വേറൊരു ഇതിലേക്ക് പോകുമെന്ന് അവന് കൃത്യമായിട്ട് അറിയാം. വേണമെങ്കിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ ഒരു സീൻ നമുക്ക് ഒരിക്കൽ കൂടി കാണാം. നിങ്ങൾക്ക് നോക്കിയാൽ വയറിൽ പിടിക്കുന്ന സംഭവം. നോക്കി അവിടെ എത്ര പേരുണ്ട്. അവനെ നിങ്ങൾ കണ്ടോ, അവൻ വയറിൽ പിടിക്കുന്നില്ല. അവൻ കണ്ടോ വയറിൽ പിടി വെറുതെ അങ്ങനെ കൈയിട്ട് വെച്ചിട്ട് ചെയ്യുന്നത് കണ്ടോ. അവൻ വേറെ എന്താ ചെയ്യുന്നത്, വയറിൽ പിടിക്കുകയല്ല, വേറെ പലതും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ തലയിൽ കൈ വയ്ക്കുക, അയ്യോ ഞാൻ ഇപ്പോഴാ അറിഞ്ഞത് പെണ്ണാണ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്താണ് ഇത് അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തത്. ഇത് ചെറിയൊരു ഞരമ്പ്, അത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടത്തിലും ഉണ്ടല്ലോ, എവിടെയായാലും കുറേ കൂട്ടത്തിൽ ഈ പറയുന്ന ഒരു ഞരമ്പുകൾ ഉണ്ടാവും. അതിപ്പോൾ ഏത് പാർട്ടി എന്നല്ല, ഏത് മതം എന്നല്ല, പിന്നെ ആണും പെണ്ണും അങ്ങനെയൊന്നുമില്ല, ഇതിനകത്ത് ഞരമ്പുള്ളവരുണ്ട്. അപ്പോൾ ഇവനിത് കണ്ടപ്പോൾ ഒരു പോലീസുകാരിന്ന് പിടിക്കുമ്പോൾ ആ സമയത്ത് അവൻ്റെ കാമം തീർത്തതാണ് അവിടെ, വേറെ ഒന്നുമല്ല. ഇനി മറ്റൊരു കേസ് പറയാം. ഈ ഒരു സംഭവം കഴിഞ്ഞല്ലോ. ഇനി ഇവിടെ നടന്ന ഒരു സംഭവത്തിൽ
ഈ സുരേഷ് ഈ പറയുന്ന എന്താണ് ഈ ഗണേഷ് കുമാർ ഈ പറയുന്ന ഗണേഷ് കുമാറിനെ കരിങ്കൊടി കാണിക്കാൻ വേണ്ടി വന്നവരെ ഹാൻഡിൽ ചെയ്യണ ഒരു രീതിയുണ്ട്. അതും കൂടി നമുക്കൊന്ന് കാണാം. ഓക്കെ. 5 വർഷം ഈ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തിട്ട് ഇവിടെയുള്ള കംഫർട്ട് റൂം തുറന്നിട്ടില്ല, ഫീഡിംഗ് റൂം തുറന്നിട്ടില്ല, ഇവിടെ പോലീസിന് എയ്ഡ് പോസ്റ്റ് ഇല്ല, പിക് പോക്കറ്റും കഞ്ചാവാണ് ഇവിടെ മുഴുവൻ പ്രശ്നങ്ങളാണ്. ഇപ്പോഴാണ് നിങ്ങൾ AC റൂം ഉദ്ഘാടനം ചെയ്യുന്നത്. AC റൂം ഉദ്ഘാടനം ചെയ്ത് ഫീഡിംഗ് റൂം അതിനകത്തുണ്ട്. പിന്നെ സർവീസ് അല്ലേ, സാധാരണക്കാർക്ക് കയറാൻ പറ്റുമോ? 5 വർഷമായിട്ട് ഇവിടെ ഈ കംഫർട്ട് റൂം എന്താ തുറക്കാത്തത്? ബസ്സുകൾ മുഴുവൻ റോഡിലാണ് പാർക്ക് ചെയ്യുന്നത്. ഈ കെട്ടിടത്തെ നമ്പർ ഇട്ട് കച്ചവടം അനധികൃത കച്ചവടം നടക്കാണ്. പാർക്കിംഗിൽ ടെൻഡർ ചെയ്തിട്ട് മുഴുവൻ അനധികൃത അതിനെങ്ങനെ നമ്മൾ കൊടുക്കാൻ പറ്റുക? ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ ചെറിയൊരു ക്ലിപ്പിംഗ് ഇവിടെ വെക്കാൻ കാരണം മറ്റൊന്നുമല്ല, ഇവിടെ ഈ പറയുന്ന ഗണേഷ് കുമാറിനെ കരിങ്കൊടി കാണിച്ച് ഗണേഷ് കുമാറിനെതിരായിട്ട് പ്രതിഷേധവുമായി വന്ന് മാർച്ച് ചെയ്ത് വന്ന് ഗണേഷ് കുമാറിന്റെ നേരെ കരിങ്കൊടി കാണിച്ച കൂട്ടത്തിലുള്ള ഒരാളാണ്. ഇപ്പൊ ഗണേഷ് കുമാർ എന്ത് ചെയ്തു? നിങ്ങൾ ഒരാൾ ഇങ്ങനെ വാർന്ന് പറഞ്ഞ് വന്ന് വിളിച്ചുകൊണ്ട് ഇവർ പറയുന്നത് ന്യായമുണ്ട്. ഈ പറയുന്ന ഇത്രയും കാലമായിട്ട് ശുചിമുറി റെഡിയല്ല, അത് ആദ്യം പിന്നീട് തുറന്നു കൊടുക്കും, ഇവിടെയുള്ള പാവപ്പെട്ടവർക്ക് എന്തൊന്ന് മൂത്രമൊഴിക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് വെച്ചു. അതൊക്കെ ന്യായം തന്നെ. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കാനുള്ളത്, ഇവിടെ ഗണേഷ് കുമാർ അവരെ തൻ്റെ വശത്താക്കിയ ഒരു രീതിയുണ്ട്. മനസ്സിലായോ? അവരെ തോളത്ത് കൈയിട്ടുകൊണ്ട് എങ്ങനെയാണ് സൗമ്യ രീതിയിൽ എന്ത് ചെയ്തു? സംസാരിച്ച് ക്ലിയറാക്കി അതിനെ ഒതുക്കി തീർത്തു. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഇവിടെയാണ് ഈ പറയുന്ന സുരേഷ് ഗോപി എന്ത് ചെയ്തത് പഠിക്കാനുള്ളത്. സുരേഷ് ഗോപി ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടു പഠിക്കണം. കാരണം സുരേഷ് ഗോപി ആയിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ എന്താ സംഭവിച്ചത്? നീ ആരുടെ എൻ്റെ അടുത്ത് ചോദിക്കുന്നു? എനിക്ക് സൗകര്യമില്ലടാ, എനിക്ക് തോന്നുന്നിടത്ത് ഉദ്ഘാടനം ചെയ്യും, ഇവിടെ ഉള്ളവർ മൂത്രം ഒഴിക്കണ്ട, ശുചിമുറി ഉദ്ഘാടനം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞേനെ ഇല്ലേ? അങ്ങനെ സുരേഷ് ഗോപി പറയത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ പറയുന്ന ഗണേഷ് കുമാറല്ലേ ബ്രിഡാസ് പറഞ്ഞതുപോലെ സുരേഷ് ഗോപിക്ക് എന്ത് വേണം? ചെന്ന് ഒരു തിരക്കഥാകൃത്തിന്റെ ആവശ്യം ജീവിതത്തിലും ഉണ്ട് എന്ന് പറയാനുള്ള കാരണം ഈ പറയുന്നത് എങ്ങനെ നമ്മൾ ഒരു ക്രൗഡിനെ അഭിമുഖീകരിക്കുമ്പോൾ അത് എങ്ങനെ, അല്ലെങ്കിൽ ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എങ്ങനെ ഒരു വേദിയെ എങ്ങനെ അഭിമുഖീകരിക്കണം, ഒരു ക്രൗഡിനെ എങ്ങനെ അഭിമുഖീകരിക്കണം, ഒരു പ്രക്ഷോഭവുമായിട്ട് വരുന്നവരെ എങ്ങനെ ഏത് രീതിയിൽ അവരെ പറഞ്ഞ് അവരെ മനസ്സിലാക്കിപ്പിക്കണം എന്നുള്ളതൊക്കെ ഇത് കണ്ടുപഠിക്കണം. മനസ്സിലായി? നമ്മൾ ഈ പറയുന്നല്ല പിന്നെ സിനിമയിൽ കയറി ഡയലോഗ് അടിക്കും പോലെ അല്ല ഈ പറയുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കയറി ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല. ഞാൻ രാജാവാണെന്ന് വിചാരിക്കരുത്. മനസ്സിലായി? ഇപ്പം ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു ഈ പറയുന്ന ഗണേഷ് കുമാറിനെ പൊക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ പിന്നീട് കമ്മ്യൂണിസ്റ്റിനെ പൊക്കിക്കൊണ്ടും ഈ പറയുന്ന BJP താത്തുകൊണ്ടുള്ള വീഡിയോ. നമ്മൾ ഇതുപോലുള്ള അനീതികൾ കാണുമ്പോൾ നമുക്കിപ്പോൾ ഈ പറയുന്ന പോലീസുകാരെ പെൺകുട്ടിയെ പിടിച്ച് ഞാൻ പറയുന്നത് അവൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തത്. ഏതൊരു മണ്ടനും മനസ്സിലാവും എന്താണ് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാവും. കാരണം അവൻ പിടിക്കുന്ന രീതിയും കൈവയ്ക്കുന്ന രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ അതിന് ശേഷം അവനെങ്കിൽ തലയിൽ കൈവയ്ക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്നവന് മനസ്സിലാവും. അവന് കിട്ടിയ സമയത്ത് അവൻ്റെ ആ ഞരുമ്പ് അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന മൃഗം പുറത്തു ചാടിയെന്നേ ഉള്ളൂ. അപ്പോൾ എന്തേ ഉള്ളൂ, ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും മന്ത്രിമായിരിക്കുമ്പോൾ ഗണേഷ് കുമാറിനെയൊക്കെ പോലെ കണ്ടുപിടിക്കും. ഗണേഷ് കുമാർ അവൻ്റെ പക്വത പെർഫെക്റ്റ് എന്നല്ല പറഞ്ഞു പറഞ്ഞത്. പക്ഷെ എങ്ങനെയാണ് ഡീല് ചെയ്യാനുള്ളത്? പ്രക്ഷോഭവുമായിട്ട് ഒരു പ്രതിഷേധവുമായിട്ട് വരുന്ന ആൾക്കാരെ ഡീൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഒരു ജനപ്രതിനിധി എങ്ങനെ ഡീൽ ചെയ്യണമെന്നുണ്ട്. അത് സുരേഷ് ഗോപിയെ പോലുള്ള അഹങ്കാരം തലയിൽ പിടിച്ച് മതിമറന്ന് കിടക്കുന്ന സുരേഷ് ഗോപികൾ പഠിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ജയം.